പിന്നുള്ളതാണ് അതിദാരുണമായ സംഭവം. നേരത്തെ പറഞ്ഞല്ലോ, ദാരുണമായ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്. ഇതിൽ മർമ്മപ്രധാനമായൊരു പാട്ടുണ്ട്. ഞാനത് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് മോഹൻ്റെ പരിപാടിയും രണ്ടും കൂടെ തീർത്ത് തിരിച്ച് ആകാശവാണി വന്ന് ജോയിൻ ചെയ്ത് അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാവിലെ എനിക്കൊരു ഫോൺ വരുന്നു, ഭരതൻ്റെ, എടാ ഒരു പാട്ടും കൂടെ വേണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ഭരതേട്ടാ, ജോലി പോവും, രക്ഷയില്ല, നീ അവിടെ നിന്ന് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ മതി, നിൻ്റെ മേശപ്പുറത്തിരുന്ന് എഴുതിയിട്ട് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് രാഗമാണ്, കല്യാണിയിലും മോഹനത്തിലും ഒക്കെ നീ ഉണ്ടാക്കി ഒരു കവിത ഉണ്ടാക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ ആ ഉണ്ടാക്കേണ്ട കവിതയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ തീം എന്താണ്? നീ ഒരു ന്യൂഡ് പെണ്ണിനെ വർണ്ണിക്കണം, ടോപ്പ് ടു ബോട്ടം, എനിക്ക് ക്യാമറ വയ്ക്കണം. ഞാൻ ഞെട്ടി. ഒരു ന്യൂഡ് പെണ്ണിനെ വർണ്ണിച്ച് പാട്ടെഴുതാനോ? കുടുംബസ്ഥനല്ലേ ഞാൻ, എനിക്ക് ആഫീസിൽ പോകണ്ടേ, എന്ത് ബുദ്ധിമുട്ടല്ലേ അത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഭരതൻ പറഞ്ഞു, മനോഹരമായിട്ട് എഴുത്, നിനക്ക് പറ്റും. അങ്ങനെ ഞാൻ ആ പാട്ട് എഴുതി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പാട്ടാണ് കരിവരി വണ്ടുകൾ കുറുനിരകൾ കുളിർന്നെട്ടി മുകരും ചാരുതകൾ കാമൻ്റെ ധനുസ്സുകൾ കുനുചില്ലികൾ നീലോൽപലങ്ങൾ നീൾമിഴികൾ മാന്തളിരധരം കവിളുകളിൽ വെൺതാമര വിടരും ദളസൗഭകം കുളിരണിച്ചോലകൾ നുണക്കുഴികൾ മധുമന്ദഹാസത്തിൻ വാഹിനികൾ. അപ്പോൾ വാഹിനി വരെ വന്നു. ശംഖോടിടഞ്ഞ ഗളതലമോ കൈകളോ ജലപുഷ്പവളയങ്ങളോ നിറമാറിൽ യൗവന കലശങ്ങൾ മൃദുരോമരാജിതൻ താഴ്വരകൾ അരയാലിന്നിലയോ അണിവയറോ ആരോമൽ പൊക്കിൾ ചുഴിപ്പൊയ്കയോ പ്രാണഹർഷങ്ങൾ തൻ തൂണീരമോ നാഭീതട വന നീലിമയോ. അതാണ് പാട്ട്. അപ്പം ഈ പാട്ട് എഴുതി അയച്ചു കൊടുത്തു. സുന്ദരമായിട്ട് മോഹനത്തിൽ ആ പാട്ടങ്ങോട്ട് പാടി. സാക്ഷാൽ ജയചന്ദ്രൻ, ദാസേട്ടൻ അവൈലബിളായിരുന്നില്ല. പാട്ട് അവരവിടെ റെക്കോർഡ് ചെയ്തു. ശ്രീദേവിയും വെച്ച് ആ പാടം അദ്ദേഹം ഭരതേട്ടൻ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തു. പക്ഷേ അതിലെ മർമ്മപ്രധാനമായ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തു. സെൻസർ ബോർഡിന് ഒരുമാതിരി ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് ഞാൻ എഴുതിയതെങ്കിലും സെൻസർ ബോർഡിനൊരു സംവിധായകൻ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പറഞ്ഞു കൊടുത്തതോടുകൂടി കട്ട് ഇറ്റ് എന്നുള്ളൊരു ബഹളമാണ് ഉണ്ടായത്. എന്താണ് ആ ഇംഗ്ലീഷ് പരിഭാഷ എന്നുള്ളത് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ മലയാള ഭാഷയിലുള്ള അത്രയും വ്യംഗ്യത്തിൽ അത് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ദേവരാഗത്തിലെ ദാരുണമായൊരു സംഭവം, ആ ലൈൻ സിനിമയിൽ അതിന് പകരം ഫ്ലൂട്ടാണ് ഇട്ടത്. അങ്ങനെ ദേവരാഗത്തിലെ ആ പാട്ടും ഒരു വലിയ ലെവലിലേക്ക് പോയി. ഇനി ദേവരാഗത്തിലെ അടുത്ത പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു സാമാന്യമായൊരു അവലോകനം നടത്തണം. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മോഷണം എന്നുള്ളതും അടിച്ചുമാറ്റലും അന്നും എന്നും ഉണ്ടെന്നുള്ളതാണ്. അത് ഭരതനാണോ അല്ലെങ്കിൽ വേറൊരാളാണോ പ്രിയദർശനാണോ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് എല്ലാവരും ലോകം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ പ്രേമമെന്ന് പറയുന്ന സംഭവം തന്നെ അടിച്ചുമാറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് കാളിദാസൻ തൊട്ടിങ്ങോട്ടും കണക്കാക്കിയാൽ അടിച്ചുമാറ്റലില്ലാത്ത ആരുമില്ല. അവർക്കെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിൽ ഈ കാമുകന്മാർ പിണങ്ങിപ്പോയി, വിവാഹം നടക്കാതെ പോയി, ഒരു ശൗണ്ടിയായി മാറി തീർന്ന നായകൻ അരവിന്ദസ്വാമി അപ്രതീക്ഷിതമായി ഇവളെ കണ്ടുമുട്ടുന്നു. അവൾ വേറെ ആളുടെ ഭാര്യയാണ്. അങ്ങനെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ മൊമെൻ്റാണ്. ആ സമയത്ത് ഇയാൾ പെട്ടിരിക്കുന്നതാണെങ്കിലോ
ഒരു വല്ലാത്തൊരു വീട്ടിലുമാണ്. ആ വീട്ടിലാണെങ്കിൽ ഈ അരവിന്ദസ്വാമിയുടെ സൗന്ദര്യം കണ്ട് അതിൽ ഭ്രമിച്ച അവിടുത്തെ ഒരു പ്രഭുകുമാരിക്ക് അയാളുടെ താല്പര്യം വരുന്നു. അവളുടെ ഉള്ളിൽ പ്രേമം അങ്കുരിക്കുന്നു. അപ്പോൾ ആ പ്രേമം അവളുടെ ഭാവത്തിലൂടെ ഒരു പാട്ടായിട്ട് വരണം. അത് ഞാൻ എഴുതുകയും വേണം. ഭരതൻ പറഞ്ഞു ആ പാട്ടും വേണം. ആ പെണ്ണിനൊഴിയാളുള്ള അഭിനിവേശം ഒരു പാട്ടായിട്ട് വരട്ടെ, ഒരു നല്ല പാട്ട്. അപ്പം ഞാൻ ശരി, പാട്ട് റെഡിയായി പോയി അവിടെ ഇരുന്നു. പെട്ടെന്ന് എനിക്ക് പാട്ട് എഴുതാൻ പറ്റി. കാരണം എന്തോ ഒരു ആകാശവാണിയിൽ ലീവിൻ്റെ പ്രശ്നം ഓർത്തിട്ടാണ് എന്തായാലും പാട്ട് പെട്ടെന്ന് വന്നു. ട്യൂൺ ദേവപാദം ചൂടിനും പിന്നെ സാലഭഞ്ചിക ഞാൻ എന്നാണ് പാട്ടിൻ്റെ വരികൾ. ദേവപാദം തേടിനും സാലഭഞ്ചിക ഞാൻ. അപ്പം ഭരതേട്ടൻ പറഞ്ഞു, എടാ നിൻ്റെ സാലഭഞ്ചിയൊക്കെ കൊള്ളാം, നീ എല്ലാ പാട്ടിനകത്തും ഓരോ സാമാനം ഇടുന്നുണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടായി. ഒരിടത്ത് പ്രഥമോദ ബിന്ദു, അതന്വേഷിച്ച് ആൾക്കാർ പിന്നെ ഈ ശ്രോതാക്കളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഈ യൂട്യൂബിലൊക്കെ എന്താണ് പ്രഥമോദ ബിന്ദു എന്നറിയാതെ ആത്മഹത്യ ചെയ്തൊരു പിന്നെ ഉണ്ട്. അതുപോലെയാണ് ഈ സംഭവം. എന്തെന്നാണ് ഈ സാലഭഞ്ചിക? ഞാൻ പറഞ്ഞു സാലഭഞ്ചിക നല്ലതാണ്, അതിൻ്റെ അർത്ഥം പറയുന്നില്ല, അത് ഭരതേട്ടൻ പിന്നെ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് മറ്റവൻ ട്യൂൺ ശരിയാവുന്നില്ല. ഈ കീരവാണി ഇങ്ങനെ ട്യൂൺ ഉണ്ടാക്കുന്നില്ല, ട്യൂൺ വരുന്നില്ല പുള്ളിക്ക്. പുള്ളി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്നതിന് പെട്ടെന്നറിയാം ഈ മ്യൂസിക് ഡയറക്ടറുടെ മുഖത്ത് ട്യൂൺ വരായിക വന്നാൽ ഉടനെ പുള്ളിക്ക് അത് മനസ്സിലാവും. പുള്ളി പതുക്കെ എന്നെ ഒന്ന് തോണ്ടിയിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഈ AVM-G അവിടുത്തെ ആ വലിയ ക്വാർട്ടേഴ്സാണത്, കീരവാണി അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ക്വാർട്ടേഴ്സിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവിടെ തന്നെ ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡാണ്. അപ്പോൾ ഒരു ഭാഗത്തിരുന്ന് കമ്പോസ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ബാത്റൂമിലോട്ട് പോകാൻ പറ്റും. വരുന്നൊരു ബാത്റൂമിൽ പോകുന്നു എന്നുള്ള നാട്യത്തിൽ വളരെ ലാഘവത്തോടു കൂടി നടന്ന് ആ മുടിയൊക്കെ പുറകോട്ട് ഇങ്ങനെ ചിക്കി പതുക്കെ അകത്തേക്ക് പോയി. എനിക്കിത് മനസ്സിലാവുന്നില്ല, എന്തിനാ ഈ സമയത്ത് ബാത്റൂമിൽ പോകുന്നു ഞാൻ ആലോചിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഷുഗറൊന്നും ഉള്ള ആളുമല്ലല്ലോ. പെട്ടെന്നാണ് സംഭവം ഉണ്ടാകുന്നത്. പുള്ളി അവിടെ നിന്ന് പാടുന്നു, തളിരിട്ട കിനാക്കൾ തൻ താമര, ഇങ്ങനെ സാധനം. അങ്ങനെ മൂളിപ്പാട്ട് പുള്ളിക്ക് വരാറില്ലല്ലോ. പുള്ളി പതുക്കെ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കുന്നു. അപ്പം ഞാൻ എന്തിനീ പാടിയെന്ന് എനിക്കറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് പുള്ളി കീരവാണി നോക്കുന്നു. അപ്പോൾ കീരവാണി എനിക്കൊരു ചെറിയ ഐഡിയ വന്നു എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിച്ചു. ആദ്യം സാപ്പാസൊക്കെ വായിച്ചിട്ട് പതുക്കെ ദേവപാദം തേടിടും സാലഭഞ്ചിക ഞാൻ, ഏകതാരയിൽ ഊറിടും സ്നേഹനൊമ്പരം ഞാൻ, കനവിലോ ഞാൻ കണ്ടതോ നിലവിലേ ഈ പൊയ്മുഖം സസസപാ എന്ന് പറഞ്ഞാൽ പാട്ടിങ് വന്നു. അപ്പോൾ ഭരതൻ്റെ മുഖത്തൊരു കള്ളച്ചിരി, കീരവാണിക്ക് ഒരു ചിരി. അങ്ങനെ ബാബുരാജ് എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ ദേവപാദം എന്നുള്ള പാട്ട് അത് അനുകരണമല്ല, എന്തൊക്കെയോ നമുക്ക് തോന്നുന്ന രീതിയിൽ അത് എങ്ങനെയോ വന്ന് കയറിയ പാട്ട്. അതാണ് ഈ പാട്ടിൻ്റെ ഒരു അത്ഭുതം. ഈ തള്ളികെട്ട കിനാക്കൾ എന്ന് പറയുന്ന അതിമനോഹരമായ പാട്ടിൻ്റെ അത് ഗംഭീരമായ യമുനാ കല്യാണിന് അങ്ങേ അറ്റമാണത്. കൃഷ്ണാനി ബേഗന്നേ ബാരോ ജബ് ദീപ് ജലേ ജാനാ ജബ് शाम भले आना संकेत मिलन का भूल न जाना ദേവപാദം തേടിടും സാലഭഞ്ചിക ഞാൻ. അപ്പോൾ ഒരു യമുന കല്യാണി, അതാണ് വാസ്തവത്തിൽ ഇങ്ങനെ കിടന്ന് കളിച്ചതെന്നുള്ളത് സംഗീതം അറിയാവുന്നവർക്കറിയാം. പക്ഷേ ഇതൊന്നും മോഷണമല്ല. അതാണ് പറയുന്നത്, ഈ നമ്മളൊരു കണ്ണാടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സൂര്യപ്രകാശം വന്ന്, സയൻസാണോ ഞാൻ എനിക്കറിയില്ല, ഈ സൂര്യപ്രകാശം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പ്രതിബിംബിക്കും പല രീതിയിലും. എന്തോ വേറെ ഏതൊരു ഭാഷ പറയും, അതിൽ ഭംഗി കൂടുകയും ചെയ്യും. അത് തന്നെ ആൾക്കാരുടെ കണ്ണ് മഞ്ചിക്കാനും സഹായിക്കും എന്ന് പറഞ്ഞ പോലെയാണ് അനുകരണം
സിനിമാ പാട്ടിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും വന്നാൽ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ദേവരാഗത്തിലെ ശിശിരകാല മേഘമിഥുന രതിപരാഗം എന്നുള്ള പാട്ട്, അതിനും ഒരുപാട് ചരിത്രമുണ്ട്. കാരണം ഒരു ഗായകന്, മരിച്ചുപോയ ഒരു ഗായകന് 2ാം ജന്മം കൊടുത്തൊരു പാട്ടാണത്. ആരും വിശ്വസിക്കുകയില്ല, വിശ്വസിച്ചേ പറ്റൂ. ഞാൻ മദിരാശിയിൽ ഒരുപാട് കാലം താമസിച്ചുകൊണ്ട് എനിക്ക് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയാം. മറീന ബീച്ചും അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അറിയാം. ഈ ബീച്ചിലുള്ള പ്രത്യേകത പലർക്കും അറിയാത്തൊരു കഥയാണ്. ഈ മദിരാശിയിൽ വന്നിട്ട് ചാൻസ് ഇല്ലാതെ പോകുന്ന സൂപ്പർ സ്റ്റാറുകളുണ്ട്. ഒരുപാട് കാലം വെട്ടിത്തിളങ്ങി നിന്ന ശേഷം ചാൻസ് ഇല്ലാതെ ഉള്ള, എല്ലാ ദിവസവും രാവിലെ ഏർലി മോർണിംഗിൽ പോയാൽ രാത്രി മാത്രം ഷൂട്ടിങ്ങിന് ഉറങ്ങാൻ വന്ന് കിടക്കുന്ന അങ്ങനെയുള്ള വലിയ വലിയ സൂപ്പർ സ്റ്റാർസ് ഈ പടങ്ങളില്ലാത്ത സമയത്ത് വീട്ടിലെങ്ങനെ കഴിച്ചു കൂട്ടുമെന്നുള്ള അവരുടെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ പേര് പറയുന്നില്ലെങ്കിലും മലയാളത്തിലെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ അവസാന കാലത്ത് അത് അനുഭവിച്ചിരുന്നു. അദ്ദേഹം ആരോടും പറഞ്ഞില്ലെങ്കിലും വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങും, പുറത്തൊക്കെ പോയി എവിടെയൊക്കെയോ സമയം സ്പെൻഡ് ചെയ്ത് ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്നത് പോലെ തൻ്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങും. അവസാനം അദ്ദേഹത്തിനൊരു മാനിയായത്. കാരണം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ ഇപ്പോഴും എലൈവ്, ഞാൻ ഇപ്പോഴും ഫീൽഡിലുണ്ടെന്നൊരു തോന്നൽ. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് വേറെ വന്നതുകൊണ്ട് അദ്ദേഹത്തിനെ എല്ലാവരും വിസ്മരിക്കാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് വേണ്ട എന്ന ആൾക്കാർ നിശ്ചയിക്കുന്ന ഒരു കാലം വന്നിരുന്നു മലയാള സിനിമയിൽ. അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ആ പേര് പറയില്ല. അദ്ദേഹം പ്രേം നസീറാണോ സത്യനാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം, പക്ഷേ ഞാൻ ആ പേര് പറയില്ല. അത്രത്തോളം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതുപോട്ടെ. അപ്പോൾ അതുപോലെ ഈ ദേവരാഗത്തിന് അങ്ങനെ സംഭവിച്ചു. ദേവരാഗത്തിൽ ഞാൻ പാട്ടെഴുതാൻ ചെല്ലുമ്പോൾ ഭരതൻ വളരെ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു, മലയാളത്തിൽ ആകെ ഒരു ദേവഗായകനേ ഉള്ളൂ, അതാണ് യേശുദാസ്. ഈ ഗാനഗന്ധർവൻ ഇല്ലാതെ പടം പൂർത്തിയാവില്ല. അതുകൊണ്ട് യേശുദാസും ചിത്രയും പാടേണ്ട പാട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സ്റ്റുഡിയോ ഉണ്ട്, പന്നീർദാസിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണിത് ചെയ്യേണ്ടത്. ഇരിങ്ങാലക്കുടക്കാരനാണ് ഇത് റെക്കോർഡിസ്റ്റൊക്കെ. അപ്പോൾ അവിടെ എല്ലാവരും റെഡിയായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും റെഡിയായി ചെന്നു. പാട്ടൊക്കെ പക്ക, കീരവാണിയുടെ നല്ലൊരു പാട്ട്. ആ പാട്ടൊക്കെ റെഡിയാക്കി അവിടെ ചെന്നപ്പോൾ ഒരു അത്ഭുതം, ദാസേട്ടൻ വരുന്നില്ല. ഭരതൻ്റെ യോഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന് ഒരു കാര്യം നിശ്ചയിച്ചാൽ നടന്നില്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് സ്വഭാവം മാറും, ഒരു കാര്യം വേണ്ടെന്ന് തന്നെ വയ്ക്കും. ഈ റെക്കോർഡിങ്ങിന് ദാസേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ എന്തോ പ്രശ്നം വന്നു, വേറൊരു ദിവസത്തേക്ക് മാറ്റാനോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ മനസ്സ് പറയുന്നത്, ഞാൻ ദാസേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടി ദാസേട്ടൻ വെയിറ്റ് ചെയ്യണം, ഇങ്ങനൊരു സംഭവമാണ് മനസ്സിലുള്ളത്. അത് തുറന്ന് പറയുകയും ചെയ്യും, അങ്ങനെ ടൈപ്പാണ് അത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, യേശുദാസ് പാടണ്ട എന്നുള്ളത് എനിക്കും വിഷമമാണ്. അതല്ലാതെ വേറെ തീരുമാനമില്ലെന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ജയൻ്റെ രൂപം വന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, കീരവാണി രാജാമണിയുടെ ഗുരുവാണ്, അദ്ദേഹം സ്റ്റുഡിയോയിലുണ്ട്, ചിത്രയുണ്ട്, ബീനയുണ്ട്, ഇവരൊക്കെ റെക്കോർഡിങ്ങിന് വന്നിരിക്കുകയാണ്. ബീന ഗൾഫിലുള്ള ചിത്രയുടെ സഹോദരി, മനോഹരമായിട്ട് പാടും, പക്ഷേ സിനിമയിൽ അധികം ഉണ്ടായില്ല. അപ്പോൾ അവരും വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് അവർ റെക്കോർഡിങ്ങിന് വന്നതാണ്. ഏതാണ്ട് ഒരു രാത്രി 12 മണിയൊക്കെ സമയമായിട്ടുണ്ട്, സ്റ്റുഡിയോയിലാണ് ഞങ്ങളെല്ലാം. അപ്പോഴാണ് നേരത്തെ ഒരു ഡിസിഷൻ മാറിയത്, ആരെ വരുത്തണമെന്നുള്ളത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ കീരവാണിയോട് പറഞ്ഞു, കീരവാണി നമുക്ക് ജയചന്ദ്രനെ വരുത്തിയാലോ. കീരവാണിക്ക് ഭയങ്കര സന്തോഷം, രാജാമണിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം. പക്ഷേ ഭരതനോട് പറയാൻ പേടി. ഭരതനോട് ഞാൻ പിന്നെ മടിച്ച് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ജയനെ വിളിച്ചാൽ ശരിയാവില്ല, ആദ്യം തന്നെ ഡയലോഗ്. കുറച്ച് ഒരു പോസ് കഴിഞ്ഞപ്പോൾ വീണ്ടും, അല്ല യേശുദാസ് വരാത്തത് കൊണ്ട് ആ കോംപ്ലക്സ് വരാൻ വേണ്ടി അത് ചുമ്മാതെ, യേശുദാസ് വന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും അദ്ദേഹം ഒന്ന് അലേർട്ടായി, ജയം പാടിയാൽ ശരിയാവില്ല. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ജയം പാടിയ ഭംഗിയാവും. അപ്പോൾ അടുത്തയാൾ 4 പേര് എന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കീരവാണിയുടെ ഗുരുവും പറയുന്നു, രാജാമണി, ഭരതേട്ടാ ഒരു കുഴപ്പമില്ല, ജയനിപ്പോൾ മദ്രാസിലുണ്ടല്ലോ, നമുക്ക് വിളിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരനല്ലേ ഭരതേട്ട,
പല രീതിയിലാണ് ക്യാൻവാസിങ് നടത്തുന്നത്. ശരി, ഈ ശരി എന്ന് പറഞ്ഞ് ഒരുപാട് ആലോചിച്ചിട്ടാണ് ആ ശരി ഒരു വലിയ ശരിയായെന്നുള്ളത് തുടർന്നുള്ള മലയാള സിനിമയുടെ ചരിത്രം തെളിയിച്ചു. അന്ന് ദേവരാഗത്തിൽ ആ പാട്ട് പാടിയ ശേഷം ജയന് വിശ്രമിക്കാൻ സമയമുണ്ടായിട്ടില്ല. ഞാൻ അഭിമാനത്തോടെ പറയാണ്, ജയൻ്റെ റൊമാൻറ്റിക്കായിട്ടുള്ള ശബ്ദം പിന്നെ പലർക്കും വേണ്ടി വന്നു. അവരെല്ലാം ജയനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു, 1 by 1 ആയിട്ട്. പിന്നെ ജയൻ മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് അത്ഭുതം അതാണ്, ഈ ടൗൺ ഹാളിൽ വന്ന പല നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ അവകാശപ്പെടുകയാണ്, എൻ്റെ പടത്തിൽ കൂടിയാണ് ജയൻ പൊങ്ങി വന്നത്, ഞാനാണ് ജയന്, ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് രാജാക്കന്മാർ അഹങ്കരിച്ചു എന്ന് ബഷീർ പറഞ്ഞ പോലെ ഇവരൊക്കെ ചേർന്നിട്ട് അവകാശവാദമായിട്ട് വന്നു. പ്രായം തമ്മിൽ മോഹം നൽകി, അതാണ് പുള്ളി പാട്ടുന്ന കമലും ഒരുപാട് പാർട്ടീസ് അങ്ങ് പറയുകയാണ്. ഇതൊക്കെ ഈ ദേവരാഗത്തിൽ കൂടെ ഭരതൻ കൊണ്ടുവന്ന ശേഷം ഇങ്ങനെ ഒരു റൊമാൻറ്റിക് വോയിസ് ഉണ്ടടാ ഇവിടെ എന്ന് തെളിയിച്ചതിന് ശേഷമാണ്. ഏറ്റവും കഷ്ടം ജയൻ അവിടെ വന്നത് വിഷമിച്ചാണ് വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മൗണ്ട് റോഡിൽ കറങ്ങുന്ന പാർട്ടീസിനെ കുറിച്ച്. ആയുഷ്കാലം മുഴുവൻ അങ്ങനെ പടവില്ലാതെ മദ്രാസിൽ കഴിച്ചു കൂട്ടുന്ന, അതും ട്രാക്ക് പോലും പാടാൻ ജയന് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ജയന് തുടർന്ന് മലയാള സിനിമ 90 മുതൽ തൻ്റെ കസ്റ്റഡി വരികയാണ് ഈ ഒറ്റ പാട്ട് കൊണ്ട്. 16 ടേക്കാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചിത്ര ആദ്യം തന്നെ പാടി ഓക്കെ ആക്കി, ജയൻ്റെ ഭാഗം ജയന് പാടുമ്പോൾ 16 ടേക്ക്, പിന്നെയും അത് ശരിയാവുന്നില്ല. ഏറ്റവും കഷ്ടം റെക്കോർഡിംഗ് റൂമിൽ ഈ ഭരതൻ ഇങ്ങനെ ഇരിക്കുകയാണ്, കീരവാണിയുടെ തൊട്ടടുത്തിരിക്കുക. എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം ഭരതന് ഉദ്ദേശിക്കാത്തത് വന്നില്ലെങ്കിൽ പഴയ ജയചന്ദ്രനാണ് പുള്ളിക്ക് ആവശ്യം. പഴയ ജയചന്ദ്രനാവാനുള്ള ശ്രമമാണ് ജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വരികളാണെങ്കിൽ ഭയങ്കര ക്ലിഷ്ടവും, പറയാൻ നിവൃത്തിയില്ല, കുറച്ച് ക്ലിഷ്ടമായ വരികളാണ് ഞാൻ അതിനകത്ത് സാധാരണ എഴുതുന്ന പാട്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് മനഃപൂർവ്വം എഴുതിയതാണ്. ഏതായാലും അവാർഡ് കമ്മിറ്റി ഒന്നുമില്ല പോട്ടെ, എന്നാൽ നല്ല പാട്ടെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ആരെങ്കിലും പാട്ട് എഴുതൂ. പക്ഷേ ഞാൻ എഴുതി, ഇതിൻ്റെ മീനിങ് ഭരതന് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ എഴുതി. അതുകൊണ്ട് ഇതൊക്കെ ജയൻ പാടണ്ടേ? ജയൻ ഇതൊക്കെ ഇങ്ങനെ രാസചാരുത പാടുമ്പോൾ രാസചാരുത ശരിയായില്ല എന്ന് ഭരതൻ്റെ മനസ്സ് പറയുന്നു, ശൈത്യനീലിമ ശരിയായില്ല, ഇതാണ് പ്രശ്നം. ഇങ്ങനെ ശൈത്യനീലിമയും രാസചാരുതയും കൂടെ ഒരു 16 ടേക്കായപ്പോൾ ഓക്കെ ആയി. ജയൻ ഭംഗിയായിട്ട് ഫിനിഷിങ് ഗംഭീരമായിട്ട് പാടി ഒരു ഒളിമ്പിക്സ് ജയിച്ച ഒരു ജേതാവിൻ്റെ മുഖമായിരുന്നു ജയൻ്റേത്. പാട്ട് കേട്ടവരൊക്കെ അന്തം വിടുകയാണ്. അതാണ് ശിശിരകാലമേഘമിഥുന രതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞല നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘ മിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ. അപ്പോൾ ഈ പാട്ടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടോ? ഇത് ഡമ്മിയാണ്, ട്യൂണിട്ട പാട്ട് എഴുതാണ്. അപ്പോൾ തെലുങ്കെന്ന് പറയുന്ന ആളാണ് പുള്ളിക്ക് മലയാളത്തിൽ ഡമ്മി തരാൻ അറിയില്ല. ഇനിയാണ് ഞാനും ഭരതനും അരവിന്ദസ്വാമിയും ശ്രീദേവിയൊക്കെ ജയിലിൽ പോകാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ മൊത്തം ടീമിനെ കോടതി അകത്താക്കിയാണ്. നമ്മുടെ ലോ എനിക്കറിയില്ല, ഇന്ത്യയിൽ പീനൽ കോഡ് എല്ലാം അകത്താകൊണ്ടൊരു സംഭവം വരാൻ പോകുന്നത്. കാരണം ഒരു ലൈൻ പുള്ളി പറഞ്ഞു, ഡമ്മിയാണ്. ഞാനിങ്ങനെ ഡമ്മി മനസ്സിലായല്ലോ, അപ്പോൾ ഡമ്മി ഇട്ട് തരും, ഒരു വരി എന്തെങ്കിലും സാധാരണ വരി ഇട്ടിട്ട് ശരിയായ വരി നമ്മൾ എഴുതും. അപ്പോൾ ഈ ഡമ്മി വരി ഇതാണ്. കീരവാണിക്ക് തെലുങ്കാണല്ലോ. കാമപാഠപുസ്തകം കൊണ്ടുവന്ന ബാലിക, ഒരു ഡമ്മി. കാമപാഠപുസ്തകം ഒരു ബാലിക കൊണ്ടുവരുന്നത് ഈ ഭാരതത്തിൽ, ഒരു ഭരണഘടനകളുടെ ഭാരതമല്ലേ, എങ്ങനെ ഇത് പോസിബിളാവും? ഒരു ബാലിക കൊണ്ടിരുന്നത് കാമപാഠപുസ്തകം. ഭരതനും ഞാൻ അങ്ങോട്ട് കൊണ്ട് നോക്കി, എടാ ഈ ഡമ്മി വേണ്ട, നമുക്ക്
ശരിയാവില്ല, എല്ലാവരും ജയിലിൽ പോവും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആദ്യ രോമഹർഷവും അങ്കുലീയ പുഷ്പവും കാമപാഠപുസ്തകം കൊണ്ടുവന്ന ബാലിക. അതാണ് ഡമ്മി. ആദ്യ രോമഹർഷവും അങ്കുലീയ പുഷ്പവും. അങ്ങനെ ആ കടമ്പ കടന്നു കിട്ടി. അതാണ് ഈ ശിശിരകാല മേഘമിഥുനം എന്ന ദാരുണമായ പാട്ടിൻ്റെ ഉജ്ജ്വലമായ വിജയത്തിൻ്റെ കഥ. അതുപോലെ തന്നെ അല്ലികളും പൂവെന്നുള്ള ആദ്യത്തെ പാട്ട് ദാസേട്ടൻ പാടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അസൗകര്യം കാരണം ആ ട്രാക്ക് പാടാൻ വന്നത് കൃഷ്ണേന്ദ്രനാണ്. കൃഷ്ണേന്ദ്രൻ്റെ ട്രാക്ക് പാടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ട്രാക്കാണല്ലോ പാടുന്നത് എന്ന് വെച്ച് വലിയ സിൻസിയറിറ്റി കാണിക്കാതെയാണ് കൃഷ്ണേന്ദ്രൻ പാടിയത്. ഇല്ലാതെ കുറച്ചുകൂടെ ഗംഭീരമാക്കാമെന്ന് കൃഷ്ണേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ സജീവമായിട്ട് നല്ലവണ്ണം പാടാൻ കഴിയേണ്ട പാട്ടാണ്. പക്ഷേ ട്രാക്കാണെന്നുള്ള ധാരണയിൽ വന്നതുകൊണ്ട് മാത്രം അത്ര ആത്മാർത്ഥത കൊടുത്തില്ല അതിൻ്റെ റെൻഡറിങ് എന്നാണ് കൃഷ്ണേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും പാട്ട് ഗംഭീരമായി. ട്രാക്ക് വേണ്ട, ഒറിജിനൽ പാട്ട് തന്നെ വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞത് ഇന്നസെൻ്റാണ്.